കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വീണ്ടും താഴ്ത്താം. ഒരുമിച്ച് അല്പസമയം വായിച്ച വചനത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആയിരിക്കാം. ഒത്തിരി പരിചയമുള്ള നമ്മൾ സാധാരണ ആമേൻ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വേദഭാഗം. ആമേൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം ആമേൻ 4-ാം അധ്യായമാണ് ഇന്നത്തെ വചനധ്യാനത്തിനായി നമ്മൾ വായിക്കുവാൻ ഇടയായിട്ട്. അതിലെ 7 മുതൽ വാക്യങ്ങൾ നമുക്കിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കാണാതറിയാവുന്നൊരു വാക്യമാണ്. പ്രത്യേകിച്ച് 7-ാം വാക്യം നമുക്ക് എല്ലാവർക്കും കാണാതറിയാം. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ആ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ വേഗത്തിൽ ഒന്ന് ധ്യാനിപ്പാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ ചിന്തകളുടെ അടിസ്ഥാനമായി അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് ശബ്ദമുയർത്തി വായിക്കാം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് അല്ലെ? ശ്രദ്ധിക്കുക. ഇരുട്ടിൽ നിന്ന് വെളിച്ചം വേർതിരിയട്ടെ എന്ന് കൽപ്പിച്ച ദൈവം, അല്ലെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ദൈവം. ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര ശ്രേഷ്ഠമാണെന്ന് ഒരൊറ്റ പദത്തിൽ തന്നെ ഉണ്ട്. ദൈവം വെളിച്ചത്തെ സൃഷ്ടിക്കുമ്പോൾ ഇരുട്ടിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചമുണ്ടാകണം. അപ്പോൾ ദൈവത്തിന് സാഹചര്യം ഒരു വിഷയമല്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിക്കായി ഒരു വാക്കിലൊന്ന് സ്തോത്രം ചെയ്യാമോ? എത്ര കൂരിട്ടാണെങ്കിലും അതിനകത്തൊന്ന് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ ആമേ വെളിച്ചം പുറപ്പെടാനിടയായി തീർന്നു. വിശ്വസിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം പറയാം. ആമേ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ പുറത്തു കൊണ്ടുവന്നൊരു ദൈവം. ഓക്കെ, അടുത്ത ഭാഗം ഇങ്ങനെയാണ്: ഇരുട്ടിൽ നിന്ന് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ കർത്താവ്, അല്ലെങ്കിൽ ആമേ സൃഷ്ടിച്ച ദൈവം. ഒന്നുകൂടെ വായിച്ചാട്ടെ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം. ഒന്ന് ശ്രദ്ധിക്കണം. യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവം പ്രകാശിച്ചു. അപ്പം അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ആമേൻ. നമ്മുടെ ഹൃദയങ്ങളിലെ ആ പ്രകാശം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ മുഖത്തുള്ള തേജസ്സിനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ്. ഓക്കെ, ഇനി കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടത്തെ നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ വന്നവർ ഒക്കെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്ന് നമ്മൾ ചിന്തിച്ച വേദഭാഗത്തിൽ ഒരു ഭാഗം യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമെന്ന ഒരു വിഷയമാണ്. അല്ലെ, ദൈവപരിജ്ഞാനം അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. അതോട് കണക്റ്റഡായി വരുന്ന ഒരു ചിന്തയാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തന്നത്. ഞാൻ അന്ന് പറഞ്ഞതെല്ലാം ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആമേൻ. അത് വന്നവർക്ക് അത് ഹല്ലേലൂയ ഒരു റിപ്പീറ്റേഷനായി ആവർത്തന വിരസത തോന്നാൻ സാധ്യതയുണ്ട്. അതെല്ലാം പറയേണ്ട ഒന്നാണ്. പക്ഷേ അത് ഞാൻ മനഃപൂർവ്വം അതങ്ങ് വിട്ടുകളയാണ്. അതുകൊണ്ട് വേഗത്തിൽ അതൊന്ന് പറഞ്ഞ് ഇന്നത്തെ ചിന്തയിലേക്ക് ഒന്ന് വേഗം നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണം. ഇന്ന് ആരും ഒന്നും ഉറങ്ങരുത്. അല്പശാന്തമായിട്ട് ഞാൻ ഒന്ന് പറയുകയാണ്. ആമേ. ഞങ്ങൾക്ക് ഈ ഒത്തിരി സൗണ്ട് എടുത്ത് സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊന്നും അല്ല പാസ്റ്റർമാർ. ആമേ. പക്ഷേ നിങ്ങളുടെയൊക്കെ ചിലപ്പോൾ ഒന്ന് ഉണർത്തിയിരിക്കാനൊക്കെ ചിലപ്പോൾ അറിയാതെ ഒരു സൗണ്ടൊക്കെ എടുക്കുന്ന. ഹല്ലേലൂയ. നിങ്ങളൊന്നും ഉറങ്ങാതെ കണ്ണ് തുറന്ന് ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇത് കേൾക്കുന്നു, ഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഹല്ലേലൂയ. സ്തോത്രവും കയ്യടിയും ബഹളവും ഒന്നും അല്ല. അതിനകത്തൊന്നും വലിയ കഥയില്ലെന്ന് ഞങ്ങൾക്കും അറിയാം. എന്നാലും എല്ലാവരും ഒന്ന് ഉണർന്നിരിക്കാൻ, അടുത്തിരിക്കുന്നു കൈയടിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നവൻ ചാടി എഴുന്നേക്കുമല്ലോ എന്നുള്ള സന്തോഷം കൊണ്ടൊക്കെയാണ് ഇന്ന് കൈ ഉയർത്താനും കൈ അടിക്കാനൊക്കെ പറയുന്നത്. പക്ഷേ അതിലേക്കൊക്കെ വലുത്, ഈ കൈ ഉയർത്തലിനേക്കാളും കൈ അടിക്കലിനേക്കാളും ഒക്കെ വലുത് അവൻ ശ്രദ്ധിക്കുക, ആ വചനം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം തന്നെ ശ്രദ്ധിക്കുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകളടെ അതിനാണ് ചിലപ്പോൾ കൈയൊക്കെ ഒന്ന് ഉയർത്താൻ പറയുന്നു, കൈ അടിക്കാൻ പറയുന്നു. അപ്പോൾ അതിനോടൊന്ന് പ്രതികരിക്കുക. നമ്മുടെ മനസ്സൊന്ന് ഏകാഗ്രതയോടെ ദിവസത്തിൽ ഇരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞ ഒരു ആശയം ഇതായിരുന്നു. ബുധനാഴ്ച ഞങ്ങൾ പഠിച്ച ഒരു ഭാഗം. അമ്മേ, എന്താണ് നമ്മുടെ ആത്മീയത? വാട്ട് ഈസ്
സ്പിരിച്വാലിറ്റി, വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി, എന്താണ് ക്രിസ്ത്യാനിത്വം, എന്താണ് ആത്മീയത എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് നൽകുന്ന ഒരു ഡെഫിനിഷൻ ഇങ്ങനെയാണ്: യേശു ആരാണെന്നുള്ള നമ്മുടെ അറിവിനോടുള്ള നമ്മുടെ സ്വാഭാവിക പ്രതികരണമാണ്. നമ്മുടെ സ്വാഭാവിക പ്രതികരണത്തെയാണ് നമുക്ക് ആത്മീയത എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വം എന്ന് വിളിക്കാം. യേശു ആരാണെന്നുള്ള അറിവിനോട് ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു? ആമേൻ. അപ്പോൾ ഞാൻ ശരിയായി പ്രതികരിക്കണമെങ്കിൽ ഞാനൊരു ഉദാഹരണം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ വളർച്ചയാണ് നമ്മുടെ ആത്മീയ വളർച്ച എന്ന് പറയും. നമുക്ക് ആത്മാവിൽ പലപ്പോഴും വളരാൻ പറ്റുന്നില്ലെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നു, ഒത്തിരി അതിനുവേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം എന്താണ് ആത്മീയ വളർച്ച എന്നുള്ള അടിസ്ഥാനപരമായ ഒരു കാര്യം നമ്മൾ പലപ്പോഴും മിസ് ചെയ്യുന്നു. അതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ യേശുവിനെ എത്രത്തോളം അറിയാൻ പറ്റുക, യേശുവിനെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം. അതാണ് വേദപുസ്തകം. പരിജ്ഞാനം എന്ന വാക്കാണ് പുതിയ നിയമം ഉപയോഗിച്ച്. ജ്ഞാനം എന്ന വാക്കിനേക്കാളും പരിജ്ഞാനം എന്ന വാക്ക്. ജ്ഞാനം ഒരു അറിവ് മാത്രമാകുമ്പോൾ, അത് ഭൗതിക അറിവാകുമ്പോൾ, പരിജ്ഞാനം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ നോളജ് ആയിട്ടാണ് പലപ്പോഴും നമുക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ യേശു ആരാണെന്നുള്ള ശരിയായ ഒരു അറിവ് ഒരാൾക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, ഞാനത് ഉദാഹരണം നമുക്കറിയാം. ആമേൻ. പത്രോസിനോട് കർത്താവ് പറയുന്ന ഭാഗം, നീ ഭാഗ്യവാനാണ്, കാരണം നിനക്ക് ഞാൻ ആരാണെന്നുള്ള ഒരു ശരിയായ വെളിപ്പാട് നിനക്ക് കിട്ടി. ആമേൻ. അതുകൊണ്ട് നിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അപ്പോൾ യേശുവിനെ എത്രത്തോളം നമുക്ക് അറിയാൻ പറ്റുമോ അത്രത്തോളം അറിയുക. അതിനെ ഇങ്ങനെ പറയാം, യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ വളരുക എന്നുള്ളതാണ് നമ്മുടെ ആത്മീയ വളർച്ചയായി കണക്കാക്കപ്പെടേണ്ടത്. ഹല്ലേലൂയ. പലരും ചിലപ്പോൾ 1-2 വർഷം കൊണ്ട്, അല്ലെ 1-2 ആഴ്ചകൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് ഭയങ്കര കത്തുന്ന പലരും, ഹല്ലേലൂയ, പെട്ടെന്ന് കെട്ടുപോകാനുള്ള കാരണം അത് പലപ്പോഴും വൈകാരിക ആത്മീയ വളർച്ചയായി മാറുന്നു. യേശു ആരാണെന്നുള്ള അറിവ് അവർക്ക് ലഭിക്കപ്പെടുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ഓർക്കുക, ആമേൻ, ഹല്ലേലൂയ. അത്ഭുതം ചെയ്തവരോട്, വീര്യപ്രവൃത്തി ചെയ്തവരോട് യേശു പറയുന്നത് ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവർ തമ്മിലുള്ള അറിവുകൾ അവിടെ ഇല്ല. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടാകാം, വീര്യപ്രവൃത്തി ഉണ്ടാകാം, പക്ഷേ യേശു ആരാണെന്ന് ശരിക്ക് അറിഞ്ഞ് പ്രതികരിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഞാൻ അതൊരു ഉദാഹരണം ബുധനാഴ്ച പറഞ്ഞതൊന്ന് പറഞ്ഞ് ഇന്നത്തെ ചിന്തയിലേക്ക് വരട്ടെ. ഞാൻ പറഞ്ഞ ഉദാഹരണം എന്താണെന്ന് ബുധനാഴ്ച വന്നവരുണ്ടോ? ഹല്ലേലൂയ. ഒറ്റ ഉദാഹരണമാണ് പറഞ്ഞത്. നമ്മുടെ കയ്യിലെല്ലാം സ്മാർട്ട് ഫോണുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു തീരുമാനം എടുത്തായിരുന്നു. ആമേൻ. നിങ്ങളുടെ എല്ലാം ഫോൺ വാങ്ങിച്ച് ആ കൂട്ടയ്ക്കകത്ത് ഇടണോ? ഓക്കെ. സത്യം, നമ്മുടെ എല്ലാം കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഇപ്പം എല്ലാവരും മിക്കവർക്കും 1-2 പേർക്കേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് സ്മാർട്ട് ഫോണില്ല. വാങ്ങിച്ചു കൊടുക്കാനല്ല പറഞ്ഞ്, അതുകൊണ്ട് ചർച്ചയിൽ ഇടുന്ന അറിയിപ്പുകളൊന്നും കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം മരണമൊക്കെ അറിഞ്ഞില്ലെന്ന് പറയാം. അപ്പോൾ 1-2 പേർക്കേ ഉള്ളായിരിക്കും ഇവിടെ ഈ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത. അതിനകത്ത് 100 കണക്കിന് ആപ്പുകളുണ്ട്, 100 കണക്കിന് ഉണ്ട്, അല്ലേ? അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മളാകപ്പാടെ ഉപയോഗിക്കുന്നത് ഫോൺ ചെയ്യാനും, അത് തന്നെ പ്രശ്നമാണ്, അല്ലേ? വാട്സപ്പ് ഉപയോഗിക്കും, കൂടി ഫേസ്ബുക്ക്, പിന്നെ വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ മാപ്പൊക്കെ ഒന്നിടും, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ അതിനകത്ത് നമ്മളൊന്ന് ശരിയായി നോക്കിയാൽ നമുക്ക് പ്രയോജനകരമാകുന്ന, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമായ ഒത്തിരി ഓപ്ഷൻസ് അതിനകത്തുണ്ട്, ഒത്തിരി ആപ്സ് അതിനകത്തുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മുടെ കയ്യിലിരിക്കുക. പക്ഷേ നമ്മൾ ഇതുവരെ പഠിച്ചേക്കുന്ന വാട്സപ്പ് ഓൺ ചെയ്യാനും ഫേസ്ബുക്ക് ഓൺ ചെയ്യാനും വിളിക്കാനും ഒക്കെ അറിയത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഉപയോഗം അത്രയും പരിമിതപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ മൊബൈലിനെ കുറിച്ചുള്ള, ഞാൻ ആ പദം ഉപയോഗിച്ചോട്ടെ, ആ മൊബൈലിനെ കുറിച്ചുള്ള പരിജ്ഞാനം വളരുക എന്നുള്ളതാണ്. നമുക്കൊരു പുതിയ ഫോണല്ല വേണ്ടിയേ, അല്ലേ? നമുക്ക് അത് പ്രയോജനപ്പെടണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവുകൾ വർദ്ധിക്കുക, പരിജ്ഞാനം വർദ്ധിക്കുക, അത് കൈകാര്യം ചെയ്യാനുള്ള അറിവ് വർദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ അത് ഗുണകരമാകുന്ന, ഫലകരമാകുന്ന ഏക കാര്യം എന്ന് പറയുന്നത്.
ഇതുപോലെ തന്നെയാണ് യേശു നമ്മുടെ ഉള്ളിൽ വന്നു, ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ സ്വീകരിച്ചു കയറ്റി, ഹല്ലേലൂയ. തന്നെ വന്ന് കയറുന്നതല്ല, ഞാനും നിങ്ങളും വിളിച്ചു കയറ്റിയതാണ്, ഹല്ലേലൂയ. ഞാൻ നിന്നെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നു എന്ന് യേശുവിനെ സ്വീകരിച്ച് നമ്മുടെ ഉള്ളിൽ വന്നു. യേശു വന്നപ്പോൾ തൻ്റെ പൂർണ്ണ മഹത്വത്തോടെയാണ് നമ്മളിലേക്ക് ഇറങ്ങി വന്നേക്കുന്നത്, ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിനൊന്ന് സ്തോത്രം പറ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം പറയുന്നത്, നിങ്ങൾ അവനിൽ സമ്പൂർണരാണ്, അവനിലല്ലോ സകല നിറവുകൾ വസിക്കുന്നത്. അപ്പം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന യേശു സകല നിറവുകളുമുള്ളവനാണ്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞേട്ടെ, ആമേൻ. സന്തോഷത്തോടൊന്ന് സ്തോത്രം പറഞ്ഞ്, എൻ്റെ അകത്ത് വസിക്കുന്ന എൻ്റെ കർത്താവ് സർവശക്തനായ എൻ്റെ ദൈവമാ, സർവജ്ഞാനിയായ ദൈവമാ. അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പൗലോസ് കൊലോസ്യരോട് പറയുന്നത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിപ്പുണ്ട്. ഇന്ന് പകൽ അപ്പോൾ യേശുവിനെ നമ്മുടെ അകത്ത് കിട്ടിയപ്പോൾ സകല അനുഗ്രഹങ്ങളും നമ്മളിലുണ്ട്, ഹല്ലേലൂയ. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലായ്മ, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, നമ്മുടെ കയ്യിൽ മൊബൈലെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു 10% മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അത് ഉപയോഗിക്കാവുന്ന ഒരു കാര്യങ്ങളുടെ ഒരു 10% മാത്രമേ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. സാധാരണ വ്യക്തികൾ, കുഞ്ഞുങ്ങളൊക്കെയാണ് കുറച്ചും കൂടെ അറിവുണ്ട്, ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെയാണ് എല്ലാ നിറവിനോളം, ഞാൻ പിള്ളേർക്ക് കൂടെ പറയുന്ന ഭാഷയിൽ അങ്ങ് പറയാം, എല്ലാ നിറവിനോളം നിറഞ്ഞ ഒന്നിനെ നമ്മുടെ അകത്തങ്ങ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടു, ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ആ പൂർണ്ണതയുടെ പേരാണ് യേശു കർത്താവ്, ഹല്ലേലൂയ. ഇന്ന് പകൽ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, യേശുവിനെ നിങ്ങൾ ഹൃദയത്തിൽ കർത്താവായി അംഗീകരിക്കുമ്പോൾ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ രാജാതിരാജാവായ കർത്താവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. അതാണ് നമ്മെ വ്യത്യസ്തരാക്കി മാറ്റുന്നത്, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽ നമുക്ക് വേറൊരു പുതിയൊരു അനുഗ്രഹമല്ല വേണ്ടത്, നമ്മുടെ അകത്തുള്ള യേശുവിനെ കുറിച്ചുള്ള ശരിയായ പരിജ്ഞാനത്തിൽ വളരുക എന്നുള്ളതാണ്, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, പാസ്റ്റർ ഞങ്ങൾ യേശുവിനെ അറിയാം. അപ്പോഴാണ് പൗലോസ് നമ്മളോട് പറയുന്നത്, അല്ലേ, പൗലോസ് അറിഞ്ഞ പോലെ യേശുവിനെ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ പൗലോസും ജീവിതത്തിൻ്റെ അവസാനം പറഞ്ഞ കാര്യമാണ്, എനിക്ക് ഇനി യേശുവിനെ ഒന്ന് അറിയണം. അപ്പോൾ നമ്മുടെ ആത്മീയ സന്തോഷത്തിൻ്റെ, നമ്മുടെ ആത്മീയ വളർച്ചകളുടെ എല്ലാം അടിസ്ഥാനം യേശുവിനെ എത്രത്തോളം നമുക്കൊന്ന് ആഴത്തിൽ അറിയാൻ കഴിയുന്നു, ആ പരിജ്ഞാനം കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് നിറയാൻ പറ്റുന്നു എന്നുള്ളതാ. ഈ ആരാധനയിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഹൃദയം തുറന്ന് സ്തോത്രം പറ, എനിക്ക് യേശുവിനെ ആഴത്തിൽ അറിയണം. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് 100 വയസ്സ് ഈ ഭൂമിയിൽ ആയുസ് ഉണ്ടെങ്കിലും ആ 100 വർഷത്തിൻ്റെ എല്ലാ ദിവസവും നിങ്ങൾ പരിശ്രമിച്ചാൽ ഈ കർത്താവിനെ കുറിച്ച് ഒരു ചെറിയ % പോലും മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. കാരണം അത്രയ്ക്ക് വലിയതാണ് ദൈവത്തിന് നമ്മളുള്ള സ്നേഹം, അത്രയ്ക്ക് വലുതാണ് യേശുവിൻ്റെ കൃപ, എത്രയ്ക്ക് വലുതാണ് യേശുവിൻ്റെ മഹത്വം, അത്രയ്ക്ക് വലുതാണ് യേശുവിലൂടെ ലഭിക്കപ്പെടുന്ന അനുഗ്രഹങ്ങൾ, അത്രയ്ക്ക് ആഴമുള്ളതാണ് അവൻ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അവൻ്റെ തേജസ് എന്ന് പറയുന്നത്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് വരട്ടെ, ഹല്ലേലൂയ. ആ യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ പരിജ്ഞാനത്താൽ നമ്മൾ നിറയപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ യേശുവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിക്കുക. ഞാൻ അതുകൊണ്ട് സാധാരണ പറയുന്ന കാര്യമൊക്കെ ഒന്നുകൂടെ പറയുക. വെളിപ്പാട് പുസ്തകം കാണാൻ പഠിക്കുന്നതോ, ഹല്ലേലൂയ, സംഖ്യാപുസ്തകത്തിലെ സമാഗമന കൂടാരത്തിൻ്റെ അളവും തൂക്കവും ഒക്കെ പഠിക്കുന്നത് നല്ലതാ. പക്ഷേ അതൊന്നും യേശുവിനെ അറിയുന്നതിന് പകരമല്ല, ഹല്ലേലൂയ. നമ്മൾ അതൊക്കെ പഠിക്കണം, വചനം പഠിക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ യേശു ആരാണെന്നുള്ളത്. ഓരോ തവണ യേശു ആരാണെന്നുള്ള അറിവ് എന്നിലേക്ക് പരിശുദ്ധാത്മാവിനാൽ കൈമാറ്റപ്പെടുമ്പോൾ, ഞാനിങ്ങനെ പറയാം, ഹല്ലേലൂയ, ചില വലിയ പാറകൾ ഓരോ തമ്മിലടിക്കുമ്പോഴും അതിനകത്ത് വിള്ളൽ
വിള്ളലുകൾ വീഴുന്നത് പോലെ അത് വീണ് ഒടുവിൽ നമ്മുടെ ജഡം പൂർണ്ണമായി ഉടഞ്ഞ് ഹല്ലേലൂയ ആത്മാവിന് നമ്മുടെ മേൽ ഒരു സ്വാതന്ത്ര്യം ലഭിക്കപ്പെടും. അതാണ് ആത്മീക ജയമെന്ന് പറയുന്നത്. അതിനൊറ്റ വഴിയേ ഉള്ളൂ, യേശുവിനെ ആഴത്തിൽ അറിയുക, ആ ദൈവ പരിജ്ഞാനത്തിൽ വളരുക എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞ് ആമേൻ ഇന്നത്തെ ചിന്തയിലേക്ക് വരട്ടെ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് രണ്ട് വാക്യങ്ങളിലൂടെ ഒന്ന് വായിപ്പിച്ച് ആമേൻ വായിച്ച നമ്മുടെ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വന്ന് ഒരു ചിന്ത മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് കർത്താവിൽ ആഗ്രഹിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പരിജ്ഞാനം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, പഴയ നിയമത്തിൽ ദൈവ പരിജ്ഞാനം എന്ന് വിളിക്കുന്നു. ആമേൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. ഈ അറിവിലുള്ള വളർച്ചയാണ്, ഈ അറിവ് ആഴമാകുന്നതാണ് ശരിയായ ആത്മീയ വളർച്ച. ഹല്ലേലൂയ. നമുക്കറിയാം, ഞാൻ പഴയ നിയമത്തിൻ്റെ അതിനൊരു ബേസ് ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല അധികം. എങ്കിലും ഹോശേയ പ്രവചനത്തിലെ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്കറിയാം. പരിജ്ഞാനമില്ലായ്കയാൽ ഈ ജനം തെറ്റിപ്പോകും. ഹല്ലേലൂയ. ഇവിടെ കർമ്മങ്ങളില്ലാഞ്ഞിട്ടല്ല, യാഗങ്ങൾ നടക്കാഞ്ഞിട്ടല്ല, ഉത്സവങ്ങളില്ലാഞ്ഞിട്ടല്ല, അതെല്ലാം വളരെ കളർഫുള്ളായി അന്ന് നടക്കുന്നുണ്ട്. എല്ലാ ആചാരങ്ങളും കർമ്മങ്ങളും പഴയ നിയമ ഉത്സവങ്ങളെല്ലാം ആണ്ടുതോറും അതതിൻ്റെ വ്യവസ്ഥയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ജനം തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുക, ജനം അകന്നു പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രവാചകൻ പറയാം, അതിന് കാരണം എന്താ? പരിജ്ഞാനമില്ലായ്കയാൽ. ഒന്ന് വായിച്ചാൽ ആ വാക്യം നിങ്ങൾക്ക് ആമേൻ കുറിക്കുന്നവർക്ക് വേണ്ടി മാത്രം പറയുന്നു. രണ്ട് വാക്യം ഹോശേയ പ്രവചനം ഒന്ന് വായിക്കണമേ. 4-ാം അധ്യായം 6-ാമത്തെ വാക്യവും 6-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം, 4-ന്റെ 6-ഉം 6-ന്റെ 6-ഉം ഒന്ന് വായിച്ചു. പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. ഓക്കെ, അപ്പൊ പരിജ്ഞാനത്തെ ത്യജിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെയും ത്യജിക്കും. ഹല്ലേലൂയ. കാര്യങ്ങളെ ശരിയായി അറിയാൻ ഒരു മനസ്സ് വെക്കാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ക്രമമായുള്ള ആത്മീയ കർമ്മങ്ങളിലും ആചാരങ്ങളിലും പങ്കെടുത്താണ് അവർ വരുന്നത്. പക്ഷേ പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ്, പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് എൻ്റെ ജനം തെറ്റിപ്പോവുകയാണ്. 6-ന്റെ 6 ഒന്ന് വായിച്ചാട്ട്. യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവ പരിജ്ഞാനത്തിലും ദൈവ പരിജ്ഞാനത്തിലുമാണ് ഞാൻ പ്രസാദിക്കുന്നത്. അപ്പൊ നോക്കി, അവിടെ യാഗങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ യാഗങ്ങൾ അപ്പൊ കർത്താവ് പറയാണ്, യാഗങ്ങളിലല്ല ഞാൻ യഥാർത്ഥത്തിൽ പ്രസാദിക്കുന്നത്, ദൈവ പരിജ്ഞാനത്തിലാണ്. ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ അറിവിലേക്ക് ജനം നയിക്കപ്പെടുക. അതനുസരിച്ച് ജീവിതത്തിൽ ആ ദൈവീകത വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു ആത്മതലത്തിലേക്ക് നമ്മൾ വളരാൻ ശ്രമിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഴയ നിയമത്തിലുണ്ട്. സമയത്തിൻ്റെ അഭാവത്തെ ഞാൻ ആ ഭാഗം വിടട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയുക. പുതിയ നിയമം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറയട്ടെ. ഇങ്ങനെ ദൈവ പരിജ്ഞാനത്താൽ ഒരാൾ നിറയപ്പെടാൻ ആഗ്രഹിച്ചാൽ, ദൈവ പരിജ്ഞാനത്താൽ ഒരാൾ നിറയപ്പെട്ട 2-3 അനുഗ്രഹം മാത്രം ഒന്ന് ഞാൻ വേഗത്തിൽ പറയാം. ഒന്ന് വായിക്കാം. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. 2 പത്രോസ് 1:3. ഇനി എല്ലാവരും ശ്രദ്ധിക്കണം. 2 പത്രോസ് 1:3. എല്ലാവരും വാക്യം ഒന്ന് വായിച്ചാൽ മതി, നമുക്ക് പ്രസംഗിക്കാൻ സമയമില്ല. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പൊ ശ്രദ്ധിച്ചേ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മളെ വിളിച്ചവന്റെ, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം നൽകി തരികയാണ്. ഓക്കെ, അപ്പോൾ ശരിയായ ഒരു അറിവുണ്ടെങ്കിൽ ഹല്ലേലൂയ, പിന്നെ നമുക്കൊന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല, ഒന്നിനെക്കുറിച്ചും വേദനപ്പെടേണ്ട കാര്യമില്ല. കാരണം എനിക്ക് എൻ്റെ കർത്താവിനെ ശരിയായി അറിയാമെങ്കിൽ എൻ്റെ ആവശ്യമല്ല, എൻ്റെ കർത്താവും അറിഞ്ഞ് നടത്തിക്കൊള്ളും. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം. ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ 2 ദിവസം ഉപവസിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന റെമഡി എന്ന് പറയുന്നത്. ഉപവസിച്ച് ഭാരങ്ങൾ ദൈവത്തോട് പറയുക. പക്ഷെ ഈ ഭാഗം നമ്മൾ പഠിപ്പിക്കുന്ന എന്താ? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം.
ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽ എൻ്റെ മേലുള്ള അനുഗ്രഹത്തിൻ്റെ, എനിക്കുള്ള ദൈവത്തിൻ്റെ പ്രൊവിഷൻസ്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുതലുകളെ ആഴമാക്കുന്ന ഒന്നാണ് ഞാൻ യേശുക്രിസ്തുവിനുള്ള പരിജ്ഞാനത്താൽ നിറയപ്പെടുക എന്നുള്ളത്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ ആഴമായി അറിയുക. ഞാനത് തിരിച്ചു പറയാം. ഞാൻ യേശുവിനെ അറിയുന്നതിനനുസരിച്ച് എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പ്രൊവിഷൻസ് വളരുകയാണ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറ. അപ്പോൾ ഇന്ന് ചില വിഷയങ്ങൾക്കകത്ത് നിങ്ങൾ ഭാരത്തോടെ വന്നെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. ആ വിഷയത്തിൻ്റെ ഭാരം മാറാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പാസ്റ്ററോടും വിശ്വാസയോടൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം ഞങ്ങളും തരുന്ന മറുപടി എന്താ? പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷെ ഇവിടെ പറയുന്നു, ആ പ്രാർത്ഥന മാത്രം പോരാ, നിൻ്റെ ദൈവം ആരാണെന്ന് ഒന്നറിയണം. ആ അറിവ് ശരിയായി എൻ്റെ അകത്തേക്ക് കയറിയാൽ ആമേൻ, എൻ്റെ പ്രൊവിഷൻസ് വർദ്ധിക്കുകയാണ്. ഹല്ലേലൂയ. തിരിച്ചറിയുന്നെങ്കിൽ ദൈവത്തിനൊന്ന് സ്തോത്രം പറ. യേശു ആരാണെന്നുള്ള അറിവിലേക്ക്, യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് ഇന്ന് പകൽ നിറയപ്പെടാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, പ്രസംഗിക്കുന്നില്ല. അടുത്തൊരു വാക്യം വായിച്ച് 2 പത്രോസ് തന്നെ 2:20 വായിച്ച്. 2 പത്രോസ് 2:20. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ, കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റു. അപ്പോൾ ശ്രദ്ധിച്ച്, ഈ വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ, ലോകത്തിന്റെ മാലിന്യമൊക്കെ വിട്ട് ഓടണമെങ്കിൽ, യോഗ്യമല്ലാത്തതിൽ നിന്ന് നമ്മൾ തീരുമാനമെടുക്കുമെന്ന് ജൂൺ 1 മുതൽ ഞാൻ ഇനിയും അത് ചെയ്യില്ല, അല്ലെങ്കിൽ അടുത്ത ജൂലൈ 1 തൊട്ട് ഞാൻ ഇന്നപോലെ ചെയ്യും, ആമേൻ, മാർച്ചിൽ, ആമേൻ, അല്ലെങ്കിൽ പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ പിന്നെ തീരുമാനങ്ങളുടെ ബഹളമാണ്. ഹല്ലേലൂയ. ജനുവരി 1 മുതൽ ഞാൻ ഇന്നും പ്രാർത്ഥിക്കും, ആമേൻ. ജനുവരി 1 മുതൽ ഞാൻ ആമേൻ സുവിശേഷം പറയും, അല്ലെങ്കിൽ ജനുവരി 1 മുതൽ ഇത്ര ആമേൻ മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഇന്ന പാപം ഞാൻ ചെയ്യത്തില്ല, ഇന്ന കാര്യത്തിൽ ഞാൻ ഓടും. അങ്ങനെ തീരുമാനങ്ങളുടെ ഒരു വലിയ പെരുമഴ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം നമുക്കറിയാം, ആ തീരുമാനങ്ങളിലൊന്നും പലപ്പോഴും ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം എന്താ? തീരുമാനമെടുക്കാഞ്ഞിട്ടല്ല. ഇവിടെ പറയുന്നു, ഈ ലോകത്തിൻ്റെ മാലിന്യത്തെ വിട്ട് ഓടണമെങ്കിൽ യേശു ആരാണെന്നുള്ളൊരു ബോധ്യം അകത്ത് കയറിയേ പറ്റൂ. എനിക്ക് ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. യേശുവിനെ കുറിച്ചുള്ള എൻ്റെ ജ്ഞാനം, എൻ്റെ അറിവ് വർദ്ധിക്കുന്നത് മാത്രമാണ് എനിക്ക് ചിലതിൽ നിന്ന് ജയം പ്രാപിക്കാൻ കഴിയുന്നത്, ചിലതിനെ വിട്ടോടാൻ പറ്റുന്നത്. ഹല്ലേലൂയ. അപ്പം എനിക്ക് ചിലതിനെ വിട്ടോടാൻ പറ്റുന്നില്ലെങ്കിൽ, ലോകത്തിൻ്റെ മാലിന്യങ്ങളെ വിട്ടോടാൻ പറ്റുന്നില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം യേശുവിനെ അറിയേണ്ടതുപോലെ എനിക്ക് അറിയാൻ സാധിക്കുന്നില്ലെന്നുള്ളതാണ്. ഇനി മറുഭാഗം, ഞാൻ യേശുവിനെ യഥാർത്ഥമായി അറിഞ്ഞാൽ, ഹല്ലേലൂയ, തീച്ചൂള മുമ്പിൽ വന്നാലും എനിക്ക് പിന്മാറാൻ പറ്റില്ല. ഹല്ലേലൂയ. അപ്പം ഇന്ന് പകൽ യേശുവിനെ ആഴത്തിൽ ആസ്വദിക്കുവാൻ, യേശുവിനെ ആഴത്തിൽ അറിയാൻ, ദൈവ പരിജ്ഞാനത്തിൽ നിറയപ്പെടുവാൻ ആഗ്രഹമുള്ളവരായി തീരാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളെ വിട്ടോടും. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പകൽ ബഹളമായിട്ടല്ല ഞാൻ ഈ പറയുന്നത്, ഉപരിവിപ്ലവമായ സന്ദേശമായിട്ടല്ല പറയുന്നത്. എത്ര ശ്രമിച്ചിട്ടും ചിലതിനെ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇന്ന് പകൽ ഹൃദയത്തിനകത്ത് യേശുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് നിറയാൻ പ്രാർത്ഥിര്. ആ വെളിപ്പാടുകൾക്ക് മാത്രമേ, യേശു ആരാണെന്നുള്ള വെളിപ്പാടിന് മാത്രമേ നമ്മളെ ആത്മീയമായി വളർത്താൻ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 നൂറ്റാണ്ടിലെ സഭയ്ക്ക് അഭിഷേകത്തിൻ്റെ ശക്തി അധികമായി വെളിപ്പെടാൻ കാര്യം, അവർ യേശുവിനെ ശരിക്കറിഞ്ഞു, ശരിക്കും അനുഭവിച്ചു. ആ യേശുവിൻ്റെ സാക്ഷികളായി അവർ മാറിയപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി നിന്നത്. 3-ാമതൊരു വാക്യം കൂടെ ഒന്ന് വായിച്ച് വേഗത്തിൽ. ഹല്ലേലൂയ. 2 പത്രോസ് തന്നെ 3:17-18 വേഗത്തിൽ ഒന്ന് വായിച്ച് അതിനോട് ചേർന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ, വിശദീകരിക്കുന്നില്ല, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ
സൂക്ഷിച്ചുകൊള്ളുവീൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ. അങ്ങനെ വീണു പോകാതിരിക്കണമെങ്കിൽ ഇവിടെ വഞ്ചനകൾ ഒത്തിരി ഉണ്ട്, ചതിവുകൾ ലോകത്തിൽ ഒത്തിരി ഉണ്ട്. ആമേൻ. അതിനകത്ത് ദൈവമക്കളെ നമ്മൾ വീണു പോകാതിരിക്കണമെങ്കിൽ കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. ഹല്ലേലൂയ. ഞാൻ പറയുന്ന ആശയം നിങ്ങളുടെ ഉള്ളിൽ കിട്ടുന്നു എന്ന് ഞാൻ കരുതട്ടെ. ഇവിടെ വീണു പോകാതിരിക്കണമെങ്കിൽ അപ്പോസ്തലൻ ആവശ്യപ്പെടുകയാണ്, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ കൃപയിലും ആ പരിജ്ഞാനത്തിലും നിങ്ങൾ വളരണം. ഇന്ന് പകലത്തെ ചിന്ത ദൈവപരിജ്ഞാനത്തിൽ വളരുക എന്നുള്ളത് നമുക്കത്ര ആമേൻ പെട്ടെന്ന് ലഭ്യമാകുന്ന ഒരാശയമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ പറയുന്നു, ഹല്ലേലൂയ, ആമേൻ, വീണു പോകാതിരിക്കണമെങ്കിൽ, ലോകത്തിൻ്റെ വഞ്ചനകളിൽപ്പെട്ട് തകർന്നു പോകാതിരിക്കണമെങ്കിൽ കൃപയിലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവാൻ നമ്മൾ തയ്യാറാണ്. ഒരു വാക്യം ഫിലിപ്പിയ ലേഖനം നമുക്കറിയാവുന്ന വാക്യമാണ്. 3-ാം അധ്യായം 8-ാമത്തെ അധ്യായം മുഴുവനും പറയേണ്ടതാണെങ്കിൽ വേഗത്തിൽ പറഞ്ഞു വിടട്ടെ. ഫിലിപ്പിയർ 3:8 എന്താണ് പറയുന്നത്? അത്രയുമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. പൗലോസ് പറയുക, ഞാൻ എല്ലാം ചപ്പും ചവറുമായി എണ്ണാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. ഒരു ദിവസം ഒരു സഭായോഗത്തിന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്താൽ, ഹല്ലേലൂയ, ഇതൊന്നും ചപ്പും ചവറോ എണ്ണാനും നമുക്ക് പറ്റില്ല. യേശുവിൻ്റെ വലുപ്പം എൻ്റെ ഉള്ളിൽ കൂടുന്നതനുസരിച്ച് മാത്രമേ ഈ ലോകം എൻ്റെ ഉള്ളിൽ ചെറുതാകത്തുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾ ഉൾക്കൊള്ളുന്നു കരുതട്ടെ. യേശു ആരാണെന്നുള്ള അറിവ് എൻ്റെ ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ മാത്രമേ ഈ ലോകത്തിലുള്ളത് ചെറുതായി എനിക്ക് തോന്നത്തുള്ളൂ. പൗലോസ് പറയാ, ആ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം, ആ വലിയ ഒരു പരിജ്ഞാനം എൻ്റെ അകത്ത് വന്നപ്പോൾ ഈ ലോകം എനിക്ക് ചെറുതായി അവസാനം ഇപ്പം എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അതൊരു ചവറായി തോന്നുകയാണ്. ഹല്ലേലൂയ. ഇപ്പം യേശുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിച്ചപ്പോഴാണ് ഈ ലോകം ഒന്നും അല്ലെന്ന് മനസ്സിലായത്. ഈ ലോകത്തിൽ ലഭിക്കപ്പെട്ട പ്രൗഢി ഒന്നും അല്ലെന്ന് മനസ്സിലായത്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റതും എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായനായി മാറിയതും പരീശന്മാരുടെ ഗണത്തിൽപ്പെട്ടതും ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു പഠിച്ചതും ധനികനായൊരു യഹൂദൻ്റെ വീട്ടിൽ ജനിച്ചതും ധാരാളം ഡിഗ്രികൾ പ്രാപിച്ചതും എല്ലാം ചെറുതായി തോന്നാൻ കാര്യം അതൊന്നുമല്ല. ചെറുതായി മാത്രമല്ല, അതെല്ലാം ചപ്പും ചവറുമായി തോന്നാൻ കാര്യം യേശുക്രിസ്തുവിലുള്ള പരിജ്ഞാന നിമിത്തമാണ്. ഹല്ലേലൂയ. ആ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം പൗലോസ് പറയുന്ന അതിന് മുകളിലത്തെ വാക്യങ്ങളൊന്ന് വായിച്ചേ. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എത്ര 6-ാമത്തെ വാക്യം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും തൊട്ട് മുകളിലത്തെ വാക്യം തൊട്ട് വായിച്ചു വേഗത്തിൽ. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്നും വെച്ച്. യേശു കർത്താവിനെ മാറ്റി നിർത്തിയാൽ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ കഥാപാത്രമാണ്. പൗലോസിന് കിട്ടിയ പോലെ വെളിപ്പാട് വേറെ ആർക്കും കിട്ടിയില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണേ. ആ പൗലോസിനെ നോക്കിക്കൊണ്ട് ഫെസ്തോസ് പറഞ്ഞൊരു വാക്കുണ്ട്, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ലോകത്തിലൊരു രാജാവ് പറയുകയാണ്, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. പൗലോസ് തന്നെക്കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിൽ, വെളിപ്പാടുകളുടെ ആധിക്യം. അപ്പൊ ജ്ഞാനത്തിൽ പൗലോസ് മറ്റുള്ളവർ പറയാ ഭ്രാന്ത് പിടിച്ചതുപോലെ അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. ഹല്ലേലൂയ. ഇനി ആത്മീയ കാര്യങ്ങളിലോ താൻ തന്നെ പറയുന്നുണ്ട്, 3-ാം സ്വർഗം വരെ
താൻ തന്നെ അവകാശപ്പെടുന്നൊരു കാര്യമുണ്ട്. എല്ലാവരെക്കാളും അധികം ഞാൻ അധ്വാനിച്ചവനാണ്, എല്ലാവരെക്കാളും അധികം ഞാൻ അന്യഭാഷ പറയുന്നവനാണ്, എല്ലാവരെക്കാളും അധികം ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവനാണ്. ആമേൻ. വെളിപ്പാടിൻ്റെ ആധിക്യമുണ്ടെന്ന് ദൈവം തന്നെ പറഞ്ഞതാ. വെളിപ്പാടിൻ്റെ ആധിക്യ നിമിത്തം നിഗളിച്ചു പോകുന്നു. അമ്മേ, ഒരു പാസ്റ്റർ കൊടുത്ത സർട്ടിഫിക്കറ്റ് അല്ല. ദൈവം പറയാ, അവൻ വെളിപ്പാടിൻ്റെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കാനാണ് ഞാനൊരു കുത്തുവാൻ പിശാചിന്റെ ദൂതനെ ആക്കി വച്ചിരിക്കുന്നതെന്ന്. നോക്കിയേ, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്തുണ്ടെന്ന് ലോകം സർട്ടിഫിക്കറ്റ് ചെയ്ത ഒരു മനുഷ്യൻ താൻ പറയുകയാണ്, എനിക്ക് ഇനിയും യേശുവിനെ അനുഭവിച്ചറിയണം, എനിക്കിനി യേശുവിനെ കൂടുതലായി അറിയണം, ആ പരിജ്ഞാനത്തിൽ നിറയണം. എന്താ പൗലോസേ? ആമേൻ. അവനെ കുറിച്ചുള്ള അറിവ് എൻ്റെ അകത്ത് കയറുമ്പോഴാ ഈ ലോകം ഒന്നുമല്ലെന്നും ആമേൻ അവൻ എത്ര വലിയവനാണെന്നുള്ള ബോധ്യം എനിക്ക് കിട്ടുന്നത്. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ എനിക്കുള്ളതെല്ലാം ഞാൻ ഛേദമെന്നെണ്ണുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതോ അല്പം കട്ടിയായിട്ട് തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ. ഞായറാഴ്ചയെങ്കിലും കട്ടി പറഞ്ഞില്ലെങ്കിൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടു പോകണമെങ്കിൽ ആമേൻ. കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു. ആമേൻ. ലോകത്തിൻ്റെ മാലിന്യം വിട്ടു പോകണമെങ്കിൽ യേശു ആരാണെന്നുള്ള അകത്ത് കയറണം. വീണു പോകാതെ ഇരിക്കണമെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട്. എല്ലാ ഞായറാഴ്ച ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതോ ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നത് കൊണ്ടൊന്നും അല്ല എൻ്റെ ആത്മബലം. ഹല്ലേലൂയ. വചനം പറഞ്ഞു പ്രസംഗിക്കുന്നവനും വീണു പോകാൻ. കാരണം പൗലോസ് അതൊക്കെ തിരിച്ചറിഞ്ഞു. പ്രസംഗിച്ചിട്ട് വീണു പോകാതിരിക്കാൻ ഞാൻ എൻ്റെ ശരീരത്തെ. ഹല്ലേലൂയ. ഇതൊന്നും അല്ല ദൈവമക്കളെ. യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാൻ ഓരോ ദിവസവും നമ്മുടെ ആത്മാവൊന്ന് കൊതിക്കട്ടെ. ആ വചനങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അതെൻ്റെ അകത്ത് കയറിയ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം എനിക്ക് നൽകിക്കൊള്ളും. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എൻ്റെ അകത്ത് വർദ്ധിച്ചാൽ മാത്രമേ ഈ ലോകത്തെ ചിലത് ഛേദമെന്നെണ്ണാൻ, ചപ്പനെണ്ണാൻ, ചവറെന്നെണ്ണാൻ എനിക്ക് കഴിയത്തുള്ളൂ. ഈ യേശുവിനെ കുറിച്ചുള്ള ശരിയായ പരിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ലോകത്തിൻ്റെ മാലിന്യങ്ങളെ വിട്ട് ഓടാൻ എനിക്ക് പറ്റൂ. ഇന്ന് പകൽ എൻ്റെ കൂടെ നിങ്ങളുണ്ടെന്ന് കരുതുന്നു. എത്ര പേര് ഇന്ന് പകൽ ആഗ്രഹിക്കും യേശുവിനെ കുറച്ചും കൂടെ ആഴമായി എനിക്ക് അനുഭവിച്ചറിയാൻ? പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? റോമാലേഖനം 1:28. ഞാൻ അവസാനിപ്പിക്കാം. ആമേ. റോമാലേഖനം 1:28 വേഗത്തിൽ കൊന്നേ. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ. ആ വാക്യം എല്ലാവരും ഒന്ന് വായിക്കണം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ഒരു കൂട്ടരെ ദൈവം അറിഞ്ഞിരുന്നു. ദൈവം അവർക്ക് തന്നെ അറിയാനുള്ള മുകളിലത്തുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ റോമാലേഖനം 1-ാം അധ്യായം മുഴുവൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. അവരുടെ പ്രശ്നം നമുക്കവിടെ നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. അവരെ ദൈവം തള്ളിക്കളഞ്ഞ ഭാഗങ്ങൾ. ആമേൻ. 21-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവിടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷനായ ദൈവത്തെ അവർ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ എല്ലാം ചുരുക്കമായി പറഞ്ഞതാണ് നമ്മൾ വായിച്ചത്. ദൈവത്തെ പരിജ്ഞാനത്തിന് തക്കവണ്ണം ദൈവം അവരെ എന്ത് ചെയ്തെന്നാ? നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എന്ന പകൽ ദൈവമക്കളെ, ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വേഗം തിരിച്ചു വരിക. ദൈവത്തെ പരിജ്ഞാനത്തിൽ അറിയുക, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുക. ഇന്ന് പകൽ നമ്മുടെ ഉള്ളിൽ നിറയേണ്ടത് യേശു ആരെന്നുള്ള ഒരു വെളിപ്പാടിനകത്താണ്. യേശുവിനെക്കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ വർധനവാണ് ശരിയായ ആത്മീക വളർച്ച. അതുള്ളവർക്ക് മാത്രമേ
പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതുള്ളവർക്ക് മാത്രമേ ജയകരമായ ജീവിതം നയിക്കാൻ പറ്റൂ. അതുള്ളവർക്ക് മാത്രമേ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ വീഴാതെ താഴാതെ നിൽക്കാൻ പറ്റൂ. അതുള്ളവർക്ക് മാത്രമേ ശരിയായ യേശു ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇന്നു പകൽ എൻ്റെ ഒന്നാമത്തെ ദൂത്, യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക. ആ പരിജ്ഞാനത്തിൽ അവരവർ വളരുന്ന ആ പരിജ്ഞാനത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോഴാണ് ജയകരമായൊരു ജീവിതത്തിന് സാധ്യമായി തീരുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നറിയാവോ? യേശുവിനെ കുറിച്ചുള്ളത് കേൾക്കാതിരിക്കാൻ പിശാച് ഏറ്റവും കൂടുതൽ ശ്രമിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ, എനിക്ക് രോഗസൗഖ്യം കിട്ടുന്നത് കൊണ്ടോ, എനിക്ക് ഭൗതിക നന്മ കിട്ടുന്നത് കൊണ്ടോ, എനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നത് കൊണ്ടോ പിശാചിനൊരു കുഴപ്പമില്ല. കാരണം എന്നെ വീഴിക്കാൻ അതൊക്കെയാണ് ഏറ്റവും നല്ല മാർഗങ്ങൾ. എന്നാൽ പിശാച് ശ്രമിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ആഴമേറിയ അറിവിലേക്ക് വന്നിട്ട് എനിക്ക് പിരിയാൻ കഴിയാത്ത, എനിക്ക് മറക്കാൻ കഴിയാത്ത, എനിക്ക് അകന്നിരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വം യേശു എൻ്റെ ഉള്ളിൽ വളരണം. അതുമാത്രമാണ് പിശാച് എതിർക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ഭൗതിക നന്മയല്ല ഒരു തടസ്സം, യേശുവായുള്ള എൻ്റെ വെളിപ്പാട്. ഇന്ന് പകൽ തിരിച്ചറിയുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ക്രിസ്തുവുമായുള്ള വെളിപ്പാടിനകത്ത് ആഴമേറിയൊരു വർധനവിലേക്ക് നയിക്കപ്പെടാൻ കൊതിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ആമേൻ. ഇനി വായിച്ച ആ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വേഗത്തിലൊന്ന് വന്നാട്ടെ. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് പോകുന്നു. ആമേൻ. പ്രിയ ദേഹപാസ്റ്റർ ഉണ്ടല്ലോ അല്പസമയം ഒടുവിൽ, അദ്ദേഹത്തിനോടൊന്ന് കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ വേഗത്തിലോട്ട് പോകട്ടെ. ആമേൻ. 4-ാമത്തെ വാക്യം, ദൈവപ്രതിമയായ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ. യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. യേശുവിനെ കുറിച്ച് സുവിശേഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒറ്റ ഡെഫിനിഷൻ, നമുക്ക് എല്ലാം അറിയാവുന്ന ഡെഫിനിഷൻ. തീമോഥെയോസ് പറയുന്നു, ആമേൻ, നമുക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ് യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു നമ്മുടെ സുവിശേഷം. യേശുവാണ് സുവിശേഷം. യേശുവിനെ കുറിച്ചുള്ള വാർത്തയാണ് സുവിശേഷം. യേശു ആരാണെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കലാണ് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ പിശാച് ശ്രമിക്കുന്നത് എന്താ? നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വായിക്കണേ. അത് ദൈവപ്രതിമയായ, എന്താ അതിൻ്റെ അർത്ഥം? എന്താ? ദൈവം ആരായിരിക്കുന്നോ, അല്ലേ? പ്രതിമ എന്ന് പറഞ്ഞാൽ വിഗ്രഹം എന്നൊരു ആശയത്തിലല്ല. ആമേൻ. അതുകൊണ്ട് ചിലരൊക്കെ ഈ വാക്കെടുത്ത് വിഗ്രഹത്തെ സാധൂകരിക്കാറുണ്ട്. ഹല്ലേലൂയ. നോക്കിയേ, ദൈവപ്രതിമയായ എന്ന് പറഞ്ഞാൽ ദൈവം ആരായിരിക്കുന്നു അതുപോലെ അത് തന്നെ ആയിരിക്കുന്ന. ഹല്ലേലൂയ. ദൈവത്തിന് എത്ര മഹത്വമുണ്ടോ, ദൈവത്തിന് എത്ര വലിപ്പമുണ്ടോ, ദൈവത്തിന് എത്ര ശ്രേഷ്ഠതയുണ്ടോ, അതേപോലുള്ള യേശു കർത്താവ് ഇന്ന് പകൽ ആ യേശു നമ്മുടെ ഉള്ളത്തിൽ വന്നതിനെ ഓർത്ത്, അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവായ യേശു നമ്മുടെ ഉള്ളിൽ വന്നതിനെ ഓർത്ത് സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ ഇന്ന് പകൽ കഴിയുന്ന ദൈവമക്കൾ ഈ ആരാധനയിൽ നന്ദിയോടെ കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഒന്ന് വായിച്ച് ചേർന്ന്, യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള ദൈവപ്രതിമയായ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം. പ്രകാശനം ശ്രദ്ധിച്ച്, യേശു ആരാന്നുള്ള ആ വെട്ടം, ആ വെളിച്ചം, ആ പ്രകാശം, ഹല്ലേലൂയ, ശോഭിക്കാതിരിക്കാൻ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ, എനിക്ക് എത്ര ഭൗതിക നന്മ കിട്ടിയാലും, എനിക്ക് എത്ര ശ്രേഷ്ഠത ഈ ലോക പ്രകാരം എനിക്ക് കിട്ടിയാലും അതൊന്നുമല്ല കാര്യം. പിശാച് ശ്രമിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവപ്രതിമയായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം ആരായിരിക്കുന്നു അതുപോലെ ഉള്ള ആ യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രകാശനം എൻ്റെ ഉള്ളിൽ കയറാതിരിക്കാൻ. അടുത്ത വാക്യം അങ്ങനെയല്ലേ വായിക്കുന്ന? വായിച്ചേ. ഈ ലോകത്തിന്റെ
ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പൊ ശ്രദ്ധിച്ച്, അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുകയാണ്. അപ്പൊ പിശാചിന്റെ ഒറ്റ പ്രവർത്തനമേ ഉള്ളൂ, യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ശോഭിക്കരുത്, പ്രകാശിക്കരുത്. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഇന്ന് പകൽ എന്നോട് ചേർന്നൊന്ന് കൊതിക്കുന്നവരുണ്ടോ? പിശാച്, നീ എത്ര ശ്രമിച്ചാലും എൻ്റെ യേശുവിനെ കുറിച്ചുള്ള ശരിയായ അറിവിനകത്ത് ഞാൻ ശോഭിക്കും. ഹല്ലേലൂയ. ഒരു ചെറിയ വെട്ടമായിട്ടല്ല, ഒരു ശോഭയായി ആ സുവിശേഷം എൻ്റെ അകത്ത് ജ്വലിക്കും എന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യാൻ കഴിയുന്നവർ ഹല്ലേലൂയ ആ വചനത്തോടൊന്ന് പ്രതികരിച്ച് ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യേശു ആരാണെന്നുള്ള അറിവിൻ്റെ ഒരു ശോഭ, അറിവിൻ്റെ ഒരു ശോഭ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവരുടെ സൗന്ദര്യം, ഇവിടെ ഇരിക്കുന്നവരുടെ ബലം, ഇവിടെ ഇരിക്കുന്നവരുടെ സൗഖ്യം, ഇവിടെ ഇരിക്കുന്നവരുടെ നന്മ ഭൗതികമായ ഒരു ശ്രേഷ്ഠതയല്ല, ദൈവപ്രതിമയായ യേശുവിനെ കുറിച്ചുള്ള അറിവ് ഒരു ശോഭയായി, ഒരു തേജസ്സായി ദൈവപൈതലേ നിന്റെ ഉള്ളിൽ വീണിട്ടുണ്ട്. അതാണ് നിന്നെ വ്യത്യസ്തരാക്കുന്നത്, അതാണ് നിന്റെ അനുഗ്രഹമെന്ന് പറയുന്നത്. പക്ഷെ ഇന്നു പകൽ അത് കെടുത്തിക്കളയാനാ ലോകം ശ്രമിക്കുന്നത്. ഇന്ന് പകൽ എൻ്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണമേ. അതിനെ എത്രത്തോളം കെടുത്താമോ അത് കെടുത്താനാ സയൻസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം ഇല്ലാന്ന് പറയാനാ ഹല്ലേലൂയ ടെക്നോളജികൾ ഈ ലോകത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പല പാഠപദ്ധതികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ ശോഭ നമ്മുടെ ഉള്ളങ്ങളിൽ കെടുത്തിക്കളയാനാ. ആമേൻ. നിങ്ങൾ നോക്കിയേ, സയൻസ് അതാ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിൻ്റെ ദൈവത്വത്തെ, യേശുവിൻ്റെ മഹത്വത്തെ ഇല്ലാതാക്കാനാ. എന്നാൽ ഇന്ന് പകൽ എന്നോട് ചേർന്ന് എത്ര പേര് പറയും, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ ഒരു ശോഭയാൽ എൻ്റെ ഉള്ളിൽ നിറയുമെന്ന് ഇന്ന് പകൽ ധൈര്യത്തോടെ പറയാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയകളിലൊക്കെ വരുന്ന സകല പോസ്റ്റുകളിലും 90% പുറകിൽ ഹല്ലേലൂയ ചില പൈശാചിക കരങ്ങളുണ്ട്. ഹല്ലേലൂയ. എല്ലാ കരം അവിടെ എല്ലാം ഉയർത്തുന്ന ചോദ്യം യേശുവിൻ്റെ വലുപ്പത്തെ കുറയ്ക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ ലോകത്തിൻ്റെ ശ്രമം മുഴുവനും, പിശാചിൻ്റെ ശ്രമം മുഴുവനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ ആ ശോഭ എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ കെടുത്തിക്കളയാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ വില കൊടുത്ത് അതിനെ ഒന്നാളി കത്തിക്കാൻ സഭ തയ്യാറാകുമ്പോൾ ആ യേശുവിൻ്റെ ജീവൻ നമ്മുടെ ഇടയിൽ വ്യാപരിക്കുകയാണ്. ആ യേശുവിൻ്റെ ശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കുകയാണ്. ഇന്ന് പകൽ ഇളമ്പൽ സഭയ്ക്കകത്ത് ആ യേശുവിൻ്റെ ശോഭ കെടുത്തിക്കളയാൻ ദേശം ശ്രമിച്ചാലും ഇതിനകത്ത് യേശുവിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനത്തിന്റെ ശോഭ അത് കത്തി ജ്വലിക്കുന്ന ഹൃദയങ്ങളായി മാറണമെന്ന് ആരെല്ലാം നോക്കി തള്ളിക്കെടുത്താൻ ശ്രമിച്ചാലും എൻ്റെ അകത്ത് യേശുവിനെ കുറിച്ചുള്ള ആ ശോഭ ദിനംതോറും വർദ്ധിക്കുമെന്ന് ഉറപ്പുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കഷ്ടതയാണെങ്കിലും അതാണ് അടുത്ത പാരഗ്രാഫ് പറയുന്നത്. ഇടുങ്ങിയിരുന്നാലും ഉപദ്രവിക്കപ്പെട്ടാലും ഞങ്ങൾക്കത് ഭയമല്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളിൽ വ്യാപരിക്കേണ്ടതിന് യേശുവിനെ കുറിച്ചുള്ള ആ സുവിശേഷത്തിന്റെ പ്രകാശം യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുന്നു. അടുത്ത വാക്യം, ഞങ്ങളെ തന്നെയല്ല ക്രിസ്തു യേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള തേജസ്സിന്റെ പരിജ്ഞാനം, യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള തേജസ്സിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം. അതിന്റെ അർത്ഥം എന്താ? യേശുക്രിസ്തുവിന്റെ മുഖത്ത് തേജസ് ഉണ്ടെങ്കിൽ അർത്ഥം എന്താ? യേശുക്രിസ്തുവിന്റെ ദൈവത്വമാണ്. ദൈവം സാധാരണ ഒരു മനുഷ്യനല്ല യേശു. തേജസ്സിൽ വസിക്കപ്പെടുന്ന സർവശക്തനായ ദൈവം തന്നെയാണ്.
ആ ദൈവത്തോട് ചേർന്ന് 40 ദിവസം ഇരുന്ന മോശയുടെ മുഖത്തും തേജസ് വന്നെങ്കിൽ യേശു കർത്താവ് തന്നെ ആയിരിക്കുമ്പോൾ, നിത്യകാര്യങ്ങൾ ദൈവത്തോട് തന്നെ ആയിരിക്കുമ്പോൾ യേശുവിൻ്റെ മുഖത്തിൻ്റെ തേജസ് എത്ര വലുതാണ്. യേശുവിൻ്റെ മുഖത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുകയാണ്, അവൻ്റെ സർവ്വശക്തിയെ വെളിപ്പെടുത്തുകയാണ്, അവൻ്റെ നിത്യതയെ വെളിപ്പെടുത്തുക. ശ്രദ്ധിച്ചേ, പൗലോസ് പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള തേജസ്സിൻ്റെ പരിജ്ഞാനം. ഒത്തിരി വിശദീകരിക്കേണ്ട ഒരു വാക്ക്, 1 മണിക്കൂർ അത് പറഞ്ഞാലും ഒരു പക്ഷേ അത് ക്ലിയർ ആകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വാക്ക് ചുരുക്കുക, ഒറ്റ പദത്തിനകത്ത് യേശു ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള തേജസ്സിൻ്റെ പരിജ്ഞാനം. ചുമ്മാ 2 കൈയും അടിച്ച് പാട്ട് പാടി പോയിട്ട് ആത്മീയ വർധനം ഉണ്ടാകുന്നില്ല, ഇതൊക്കെ കള്ളത്തരമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒന്ന് ആത്മാർത്ഥമായി ശ്രമിക്കണം യേശു ആരാണെന്നറിയാൻ, യേശുവിൻ്റെ മുഖത്തുള്ള തേജസ്സിനെ കുറിച്ചൊരു പരിജ്ഞാനം. ഹല്ലേലൂയ. വായിച്ചേ വേഗത്തിൽ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ആ യേശുക്രിസ്തുവിനെ തേജസ്സിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശിച്ചിരിക്കുക. ഇനി അടുത്ത വാക്യം വായിച്ചേ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ. അപ്പൊ ഒരു കാര്യം വ്യക്തമല്ലേ, നമ്മൾ സാധാരണ പരിശുദ്ധാത്മാവുമായുള്ള കണക്റ്റഡ് ആയിട്ടാണ് ഇത് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നൊരു ആശയത്തിൽ മാത്രമല്ല പറയുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ ഒരു പ്രകാശം ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആ തന്നിരിക്കുന്ന വെളിപ്പാടിന് അതൊരു അത്യന്ത ശക്തിയാണ്. ഹല്ലേലൂയ. ആ യേശുവിനെ കുറിച്ചുള്ള അറിവാണ്, യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് യഥാർത്ഥ ആത്മീയ ശക്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ അറിവിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ അകത്തുണ്ട്. അതിന് ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ അത്യധികമായി ഹോളിസ്റ്റിക്കായി പറഞ്ഞ യേശുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള ഒരു പ്രകാശനം എൻ്റെ ഉള്ളിലുള്ളതാണ് എൻ്റെ അത്യന്ത ശക്തി എന്ന് പറയുന്നത്. യേശു ആരാണെന്നുള്ള അറിവാണ്. മനസ്സിലാകാൻ വേണ്ടി അറിയാവുന്ന ഒറ്റ പദം, മുമ്പിലുള്ള തീച്ചൂടെ ശക്തി 7 മടങ്ങ് വർദ്ധിച്ചിട്ടും ഹല്ലേലൂയ ചന്ദ്രക്കും മേശക്കും പിന്മാറാത്തത് എന്തുകൊണ്ടാ? ദൈവം ആരാണെന്നുള്ളൊരു അറിവ്. ഹല്ലേലൂയ. സിംഹത്തിൻ്റെ കുഴിയിൽ വീഴ്ത്തപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും പ്രാർത്ഥന മുടക്കാത്തതിൻ്റെ കാരണം എന്താ? ദൈവം ആരാണെന്നൊരു ബോധ്യതയുള്ളത് കൊണ്ട്. ആ ഒരു അറിവ് പഴയ നിയമ ഭക്തന്മാരെ അത്രയും അസാധാരണമായ നിലയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഹല്ലേലൂയ അവരെ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ, യേശുവിനെ ആഴത്തിൽ അറിഞ്ഞ ദൈവമക്കളെ, ഈ പ്രതിസന്ധികൾക്കകത്ത് പ്രതികൂലങ്ങൾക്കകത്ത് നിന്നെ പിടിച്ചു നിർത്തുന്നത് യേശു ആരാണെന്നുള്ള ആ തേജസ്സേറിയ അറിവാണ്. ഈ അറിവാണ് നമ്മുടെ ജീവന്റെ ബലമായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കണക്ട് ചെയ്ത് പോകേണ്ടത് കർത്താവിന് വേണ്ടി നിന്ന കുറച്ച് ഭക്തന്മാരുടെ ജീവിതത്തിലേക്ക്. ഹല്ലേലൂയ. ചിലത് അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ അവരൊക്കെ കർത്താവിന് വേണ്ടി അവസാന ശ്വാസം വരെ തല ഉയർത്തി നിന്നത് ഈ ലോകത്തിൽ എന്തെങ്കിലും കിട്ടിയത് കൊണ്ടല്ല, യേശു ആരാണെന്നുള്ള അറിവാ. 93-ാമത്തെ വയസ്സിൽ തീക്കകത്തിട്ട് മരിക്കാതെ വന്നപ്പോൾ ഹല്ലേലൂയ ഒരവസരം കൂടെ കൊടുത്തു. പോളിക്കാർപ്പേ, യേശുവിനെ തള്ളിപ്പറ. ഹല്ലേലൂയ. പോളിക്കാർപ്പിൻ്റെ മറുപടി, കഴിഞ്ഞ 93 വർഷം ഞാൻ ഈ കർത്താവിനെ സ്നേഹിക്കുന്നു, അവൻ എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ യേശുവിനെ തള്ളിപ്പറയും? ഹല്ലേലൂയ. ഇന്ന് പകൽ യേശുവിനെ ആഴമായി അറിയുന്നതാണ് പ്രതിസന്ധികൾ നമ്മുടെ കരുത്തെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ യേശു ആരാണെന്നുള്ള ഒരറിവിലേക്ക്, ശരിയായ ഒരു അറിവിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ നയിക്കണമെന്നുള്ളതാകട്ടെ നമ്മുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങൾ വായിച്ച് നിർത്തുന്നു. ഒരു വാക്ക് പോലും ഞാൻ പറയുന്നില്ല, എല്ലാവരും ഒന്ന് കേൾക്കുക. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല,
ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ആമേൻ. ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ആ. ഞങ്ങൾ സകല വിധത്തിലും ഓക്കേ. കഷ്ടം ആ യേശുവിനെ കുറിച്ചുള്ള അറിവിന്റെ ശക്തി അകത്തുണ്ടെങ്കിൽ ആമേ വായിച്ചാട്ട്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ആമേൻ. ഇടുങ്ങിയിരിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല. ആമേൻ. ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ആമേൻ. ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. എല്ലാ കണ്ണുകളും അടയട്ടെ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിച്ച ഒറ്റ ദൂത. നമ്മുടെ അകത്തൊരു ആത്മീയ വളർച്ച ഇന്ന് പകൽ കൊതിക്കുന്നുണ്ടോ? ഒത്തിരി പല കാര്യങ്ങളും ശ്രമിച്ചിട്ടും പാസ്റ്ററെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് ആത്മാവിലൊന്ന് വളരാൻ സാധിക്കുന്നില്ല. ഹറബശകന. ഞാൻ മാനുഷികമായ ഒത്തിരി കാര്യങ്ങൾ അതിനോട് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ ഞാൻ പരാജയപ്പെടുന്നു. ഇന്ന് പകൽ എനിക്ക് ക്രിസ്തുവിലൊന്ന് വളരണം എന്ന്, ആത്മാവിൽ ഒന്ന് വളരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു വാക്ക് നിങ്ങളുടെ ആ വലങ്കര നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. അപ്പാ, നിന്നെ എനിക്കൊന്നും കൂടെ ഒന്ന് അറിയണം, കുറച്ചും കൂടെ ആഴമായി അറിയട്ടെ. ആ അറിവിൻ്റെ ശോഭയാണ് എൻ്റെ തേജസ്. ഹല്ലേലൂയ. മോശ പറയും, ഞാൻ നിന്നെ അടുത്തറിഞ്ഞു. അതാണ് മോശയുടെ മുഖത്തെ തേജസ്സായി മാറിയത്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമായ അറിവിലേക്ക് കയറി നമ്മുടെ മുഖം തേജസ് കൊണ്ട് നിറയപ്പെടുന്ന ഒരാത്മതല കൊതിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. യേശു ആരാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ കഷ്ടതയ്ക്കകത്ത് പിറുവിറുക്കാതിരിക്കാൻ പറ്റൂ. യേശു ആരാണെന്നൊരു ശരിയായ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ കടന്നു പോകുന്ന പ്രതികൂലങ്ങൾക്കകത്ത് പിറുവിറുക്കാതെ നിൽക്കാൻ പറ്റൂ. ഹല്ലേലൂയ. യേശു ആരാണെന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ ആ ദൈവ കരുതലുകൾ വേണ്ട പോലെ അനുഭവിക്കാൻ പറ്റൂ. യേശു ആരാണെന്നുള്ള അറിവ് വർദ്ധിച്ചെങ്കിൽ മാത്രമേ ലോകത്തിലെ മാലിന്യങ്ങൾ വിട്ടോടാൻ പറ്റൂ. യേശു ആരാണെന്നുള്ള ശരിയായ അറിവുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തെ ചെറുതായി കാണാ ചപ്പും ചവറുമായി ഇതിനെ എണ്ണാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ ലോകം ഒന്ന് കുറഞ്ഞ് എൻ്റെ യേശു വളരട്ടെ. ഇതറിഞ്ഞ യോഹന്നാൻ പറഞ്ഞത്, ഞാനോ കുറയണം, അവൻ വളരണം. എല്ലാ കണ്ണുകളും അടച്ചൊന്ന് പ്രാർത്ഥിച്ച് ഇന്ന് പകൽ ഈ വചനം നിങ്ങൾ ഉൾക്കൊണ്ടെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശോഭയാണ് ആമേൻ യഥാർത്ഥ ആത്മീയ കരുത്ത്. ഹല്ലേലൂയ. എന്നോട് ചേർന്നൊരു വാക്ക് പ്രാർത്ഥിക്കാമോ? ഇന്ന് പകരം അത് ആഗ്രഹിക്കുന്ന എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ അത് ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ മാത്രം സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തി, അപ്പാ നിന്നെക്കുറിച്ചൊരു വെളിപ്പാടിലേക്ക് എന്നെ ഒന്ന് അയക്കണമേ. പാതാള ഗോപുരങ്ങൾ തകർക്കാത്ത ഒരു വെളിപ്പാട്. നിൻ സന്നിധാനത്തിൻ സന്തോഷം എൻബല, നിൻ സന്നിധാനത്തിൻ സന്തോഷം എൻബല, നിൻ മുഖകാന്തിയാ എന്നും നിത്യാനന്ദ, നിൻ മുഖകാന്തിയാ എന്നും നിത്യാനന്ദ, നീയേ ജ്ഞാന നീതിശുദ്ധിയോ ദിവ്യ സമാധാനവോ, നീയേ ജ്ഞാന നീതിശുദ്ധിയോ ദിവ്യ സമാധാനവോ, വീണ്ടെടുപ്പുമായ തോർത്തു നന്ദിയായി സ്തുതി പാടും നന്ദിയാൽ, വീണ്ടെടുപ്പുമായ
ടുപ്പുമായ ദോർത്തു നന്ദിയാ സ്തുതി പാടും നന്ദിയാൽ വാഴ്ത്തുന്നേ യേശുരാജനേ സർവകാലവും ആമേൻ കീർത്തിക്കുന്നു കൃപകളോർത്തു നന്ദിയാൽ വാഴ്ത്തുന്നേ യേശുരാജനേ. ഇന്ന് പകൽ കർത്താവേ തങ്ങളെ തന്നെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച് അങ്ങയെക്കുറിച്ചുള്ള വെളിപ്പാടിൻ്റെ വർധനവിനായി ഹൃദയപൂർവം ഇന്ന് പകൽ കരമുയർത്തി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പാ, ഇന്ന് വരെ കണ്ടതിലും ആഴമായ ഒരു വെളിപ്പാട് അവർ ഉള്ളങ്ങളിലേക്ക് അതിൻ്റെ മാറ്റങ്ങൾ അവരുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകണം. അതിൻ്റെ മാറ്റങ്ങൾ അവരുടെ ഭൗതിക ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് വരെ യേശുവിനെ അറിഞ്ഞതിനേക്കാൾ ഒന്നും കൂടെ ആഴമായി യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് കൊതിക്കുന്ന എല്ലാ ഉള്ളങ്ങളെ ദൈവം നിറയ്ക്കണമേ. ആരാലും ഒന്നിനാലും അകറ്റാൻ കഴിയാത്ത, സകലത്തെയും ചപ്പും ചവറുമായി എണ്ണാൻ കഴിയുന്ന, ലോകത്തിന്റെ മാലിന്യങ്ങളെ വിട്ടോടാൻ കഴിയുന്ന കർത്താവേ, ഒരു വെളിപ്പാടിനാൽ ദൈവത്തെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം കൊണ്ട് ഇന്ന് പകൽ ഞങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കണം. ഒരു ആത്മീയ വളർച്ച കൊതിച്ച് ഇന്ന് പകൽ പ്രാർത്ഥിച്ച ഈ വചനത്തോട് പ്രതികരിച്ച എല്ലാവരെയും ഈ വചനം പറഞ്ഞ ദൈവദാസൻ എന്ന നിലയിൽ ഹൃദയം തുറന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു പിതാവേ. ആ വളർച്ച അവൽ സംഭവിക്കട്ടെ. അതിൻ്റെ മാറ്റങ്ങൾ അവരാത്മാവിൽ വളരുമ്പോൾ, അവരാത്മാവിൽ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് വർദ്ധിക്കുമ്പോൾ, പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ചിലത് തവിടുപൊടിയായി കർത്താവേ ഹല്ലേലൂയ, കർത്താവിന്റെ ചില പണികൾ ഹല്ലേലൂയ സെരുബാബിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീര. കൃപ എന്ന ആർപ്പോടുകൂടെ അതിമേലാണി കല്ല് കയറ്റുമെന്ന വചനം പോലെ ചില വലിപ്പമേറിയ പണികൾ ഞങ്ങളുടെ ഉള്ളിൽ നടക്കട്ടെ. യേശുവിനെ കുറിച്ച വെളിപ്പാട് ചില ആഴങ്ങേറിയ ഉള്ളങ്ങളിലേക്ക് എന്ന പകൽ ഒഴുകി ഇറങ്ങട്ടെ കർത്താവേ. അതിൻ്റെ വിടുതലുകൾ നിന്റെ മക്കൾ അവരുടെ ശരീരത്തിൽ അറിയട്ടെ, അവിടെ ആത്മാവിൽ അറിയട്ടെ, അവിടെ ഹൃദയങ്ങൾ ഇന്ന് മുതൽ അനുഭവിച്ചറിയട്ടെ. ആ വിടുതലുകളെ യേശുവിന്റെ നാമത്തിന്റെ അധികാരത്താൽ അടിയൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷമുള്ളവർ കാര്യമേർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ആമേൻ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഹല്ലേലൂയ. ആ യേശു ആരാണെന്ന് ഒന്നറിയാൻ ശ്രമിക്കൂ. ആ വെളിപ്പാട് വർദ്ധിപ്പിച്ചു തരാൻ പരിശുദ്ധാത്മാവിനോട് പറയൂ. നമ്മൾ ഈ ലോകത്തിൽ ആരാലും ഒന്നിനാലും തകർക്കപ്പെടാതിരിക്കാൻ കഴിയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു വാക്കുകൾ ചുരുക്കുന്നു.